ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡും പഴവും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണം. ഇനി ഇത് പുഴുങ്ങിയെടുത്ത ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം 1 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കുക അതിലോട്ട്. ഇനി 1 മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഒരുപാടൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പഴം ആഡ് ചെയ്യണതുകൊണ്ട് അധികം പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പഴമൊന്ന് എടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം വറുത്ത് വെച്ച നാളികേരം ഇതിലേക്ക് ഫുള്ളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് സ്പൂൺ വെച്ചൊന്നും പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം നമുക്കതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒരു ബോൾസായിട്ട് അത് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടലപ്പൊടി, 1 പിഞ്ചുപ്പ്, ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് കട്ട ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മളൊരു വിസ്ക് വെച്ചോ ടീസ്പൂൺ വെച്ചോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ഞാനൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസ് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എല്ലാ ബോൾസും ഇനി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ബൈ.